നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്നവര് ഇവിടെ സംഘടിത സമുദായങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഭരണമാണ് കേരളത്തിൽ മാറി മാറി ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു വെയിറ്റ് ഷീറ്റ് ഉണ്ടാക്കണമെങ്കിൽ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ബഡ്ജറ്റ് വെക്കുന്നത്. അതേ സമയത്ത് സാധാരണക്കാരന് ഒരു വീടിന് അനുവദിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. എന്താ 4 ലക്ഷം രൂപ കൊണ്ട് എങ്ങനെയാണ് ഒരു വീട് പൂർത്തീകരിക്കുന്നത്? അതേ സമയത്ത് ഇത് സാധാരണക്കാരനോടുള്ള നിലപാട് മാത്രമാണ്, മുന്നോക്കക്കാരനോടുള്ള നിലപാട് വേറെയാണ്. പാലക്കാട് പട്ടന്മാർ താമസിക്കുന്ന മേഖല, അഗ്രഹാരങ്ങൾ, അവിടെ വീട് മെയിൻ്റെനൻസിന്, വീടിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയാണ് ഈ ഇടതുപക്ഷ സർക്കാർ കൊടുത്തത്. എന്താണ് വിവേചനം? വീട് വെക്കുന്ന പട്ടികജാതിക്കാരനും അതേപോലെയുള്ള ദുർബല സമുദായക്കാരനും ആദിവാസിക്കും 4 ലക്ഷം കൊടുത്താൽ മതി. ഒരു വീട് സ്വന്തമായി പുതുതായി പണിയുന്നതിന് 4 ലക്ഷം മതി എന്ന് തീരുമാനിക്കുന്നവർ എന്തുകൊണ്ടാണ് പട്ടർക്ക് 10 ലക്ഷം കൊടുക്കുന്നത്? എവിടെയാണ് ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം? എങ്ങനെയാണ് ഇപ്പൊ കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം? ആ സാമ്പത്തിക സംവരണത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഏതെങ്കിലും മുന്നോക്ക സമുദായത്തിലെ സാധുക്കളായ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഈ സാമ്പത്തിക സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? ആ സാമ്പത്തിക സംവരണത്തിന് അർഹരായവരുടെ മാനദണ്ഡം, ആ മാനദണ്ഡം കോടികൾ ഉള്ളവർക്ക് പോലും ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം അവർക്ക് സാമ്പത്തിക സംവരണത്തിന് അർഹരായവരുടെ ലിസ്റ്റിലേക്ക് വരുന്നതാണ് കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡം. പഞ്ചായത്തിൽ 2.5 ഏക്കർ ഭൂമിയുള്ളവർ, സ്വന്തമായി 4 ലക്ഷം രൂപ ബാങ്കിൽ ബാലൻസ് ഉള്ളവർ, വീടിന്റെ സ്ക്വയർ മീറ്റർ പറയുന്നില്ല, കോർപ്പറേഷനിൽ 1/2 ഏക്കർ, നഗരസഭയിലും 1.25 ഏക്കർ, ഇങ്ങനെ ഉള്ളൊരു മാനദണ്ഡമാണ് വെക്കുന്നത്. ഈ മാനദണ്ഡത്തിലുള്ള സമ്പന്നരായ ആൾക്കാർ സാമ്പത്തിക സംവരണത്തിന്റെ ആനുകൂല്യം അടിച്ചു മാറ്റുമ്പോൾ സാമ്പത്തിക സംവരണത്തിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് നടപ്പിലാവുന്നില്ല മാത്രമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക സംവരണം തന്നെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ്. സാമ്പത്തിക സംവരണം ഭരണഘടനയുടെ മൂല്യങ്ങളെ അട്ടിമറിക്കുന്നതാണ്. എങ്ങനെയാണ് സംവരണം ഇന്ത്യൻ ഭരണഘടനയെ സ്ഥാനം പിടിക്കുന്നത്? ഇന്നലകളിൽ അയിത്തത്തിന്റെ പേരിൽ, അടിമത്തത്തിന്റെ പേരിൽ ഈ നാട്ടിൽ വിദ്യാഭ്യാസം കൊടുക്കാതെ വഴി നടക്കാനും വെള്ളം കുടിക്കുവാനും മാറുമറയ്ക്കുവാനും അവകാശങ്ങൾ നിഷേധിച്ചിരുന്ന ഇന്നലകളിൽ ഇവിടുത്തെ അടിസ്ഥാന ജനത, ആ ജനതയുടെ കുറ്റം കൊണ്ടല്ല അവർക്ക് വിദ്യാഭ്യാസമില്ലാതെ പോയത്, അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല, മാറുമറയ്ക്കുവാൻ അവർക്ക് കഴിയാതെ പോയത് അവരുടെ കുറ്റം കൊണ്ടല്ല, മറിച്ച് ഈ രാജ്യത്ത് അനുവാദമില്ലായിരുന്നു. ഇവിടുത്തെ മാടമ്പിയാർ, ഇവിടുത്തെ ജന്മിമാർ അവർക്ക് മാറുമറയ്ക്കുവാൻ, വസ്ത്രം ധരിക്കുവാൻ, മാനം മറയ്ക്കുവാൻ അവകാശം കൊടുക്കാതെ, വഴിയിലിറങ്ങി നടക്കുവാൻ അവകാശം കൊടുക്കാതെ, ദാഹിച്ചാൽ പൊതു ജലാശയത്തിൽ നിന്ന് ദാഹജലം കുടിക്കുവാൻ അനുവദിക്കാതെ അവരുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ കടിഞ്ഞാണിട്ടുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയതിന് പ്രത്യുപകാരമായി, പകരമായി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നമ്മുടെ സർക്കാർ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഒരു സഹായം മാത്രമാണ് ഈ പറയുന്ന സംവരണം. ആ സംവരണത്തിൽ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണത്തിന് അർഹത. പക്ഷേ കേരളത്തിൽ ഇപ്പം ധൃതി പിടിച്ചു കൊണ്ടുവന്ന ഈ സാമ്പത്തിക സംവരണം, ആ സാമ്പത്തിക സംവരണം കേന്ദ്രം പാസാക്കുമ്പോൾ അതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് മാക്സിമം 10% എന്നാ പറയുന്നത്. അതായത് സംസ്ഥാന ഗവൺമെന്റിന് സർവേ നടത്തി, കമ്മീഷൻ വെച്ച് സർവേ നടത്തി, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ലിസ്റ്റ് വെച്ചുകൊണ്ട് അവരുടെ അംഗസംഖ്യ പരിശോധിച്ചുകൊണ്ട് എത്ര ശതമാനം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എത്ര ശതമാനം കൊടുക്കാമെന്ന് തീരുമാനിക്കാം. 1% കൊടുത്താലും ഇത് ഇവിടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു നിയമം എന്നുള്ള നിലയിൽ ആരും ചോദിക്കത്തില്ല. 2% നടപ്പിലാക്കിയാലും ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. 10% കൂടാൻ പാടില്ല എന്ന് മാത്രമാണ് വ്യവസ്ഥ. പക്ഷേ ഇവിടെ ഒരു സർവേ നടത്തിയില്ല, ഒന്നും നടത്തിയില്ല. തിടുക്കപ്പെട്ട് ഇത് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ 10% കൊടുക്കണമെന്നും ആർക്കാ നിർബന്ധം? ഇടതുപക്ഷ പാർട്ടിക്ക് എന്താ അത്ര നിർബന്ധം? ആ നിർബന്ധമുള്ളവർ എന്തുകൊണ്ടോ ഇവിടെ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ടല്ലോ, അതേപോലെ ആദിവാസി കോർപ്പറേഷൻ ഉണ്ടല്ലോ, അതേപോലെ അവശ്യ ക്രൈസ്തവ കോർപ്പറേഷൻ ഉണ്ടല്ലോ. ഈ കോർപ്പറേഷനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചത്? ആ ജനങ്ങൾക്ക് ഉയർന്നു വരുവാൻ, അവരുടെ സാമൂഹികമായി വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടല്ലയോ? പക്ഷേ അവർക്കൊന്നും ക്യാബിനറ്റ് റാങ്ക് കൊടുത്തില്ല.
ഏറ്റവും അവസാനമായി വന്ന മുന്നോക്ക വികസന കോർപ്പറേഷൻ, ആ മുന്നോക്ക വികസന കോർപ്പറേഷൻ മാത്രമാണ് ക്യാബിനറ്റ് പദവി കൊടുത്തുകൊണ്ട്, ക്യാബിനറ്റ് റാങ്ക് കൊടുത്തുകൊണ്ട് ആ നിലയിലേക്ക് അവരെ പരിപോഷിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നിലയിൽ അതമ്പതിച്ചു കിടക്കുന്ന വിഭാഗമാണോ മുന്നോക്ക സമുദായം? ആദിവാസിയെക്കാളും നിരാലംബരായാണോ ഈ നമ്മുടെ കേരളത്തിലെ മുന്നോക്ക സമുദായക്കാർ? ഇവിടുത്തെ പിന്നോക്ക സമുദായക്കാരുണ്ട്, SC-കളുണ്ട്. ഇവരെക്കാളൊക്കെ ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണോ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണോ ഈ മുന്നോക്ക വിഭാഗത്തിലുള്ളവര്? അല്ല. പക്ഷേ ആ മുന്നോക്ക വികസന കോർപ്പറേഷന് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് 30 ലക്ഷം രൂപ ഓരോ പ്രതിമാസവും ചെലവ് വരുന്ന ഒരു ഓഫീസ് അതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ജാതി നോക്കി ഇന്നലകളിൽ ഇവിടെ നടപ്പിലാക്കിയ ആ മനുസ്മൃതിയുടെ നിയമങ്ങൾ പുതിയ തലത്തിൽ ശാസ്ത്രീയമായി നടപ്പിലാക്കുവാൻ ഇടതുപക്ഷത്തിന്റെ പേരിൽ, വിപ്ലവത്തിന്റെ പേരിൽ ഇവിടെ പാർട്ടികൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും ഇത് തിരിച്ചറിയേണ്ടതുണ്ട്, ഇത് തടയേണ്ടതുണ്ട്. ജനാധിപത്യമാണോ? ജനാധിപത്യം എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ ജാതിയും മതവും ഒക്കെ മാറ്റിക്കൊണ്ട് ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് സമൂലമായ സമത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു തിയറിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ നിലയിൽ സമത്വം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഇടതുപക്ഷം കൊണ്ടുവരുന്ന ഓരോ പദ്ധതിയും അത് കൂടുതൽ കൂടുതൽ സമ്പന്നരും അതേപോലെ പാവപ്പെട്ടവൻ തമ്മിലുള്ള അന്തരം അങ്ങനെ അത് വലുതാക്കിക്കൊണ്ടുവരുന്നതാണ്. പാവപ്പെട്ടവന്റെ വളർച്ച എന്ന് പറയുന്നത് പടവലങ്ങ പോലെയാണ്. താഴോട്ട് അവന്റെ വളർച്ചയെ കൊണ്ടുവന്നെത്തിക്കുവാൻ ഏതൊക്കെ പദ്ധതികൾ, അവരുടെ പദ്ധതികൾ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അത് ലഭിക്കാത്ത തരത്തിലേക്ക് അതിനെ അട്ടിമറിക്കുമ്പോൾ, മറുവശത്ത് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാത്ത എല്ലാ മാനവിക മൂല്യങ്ങളെയും എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് മുന്നോക്കക്കാരനെ അങ്ങ് റോക്കറ്റ് പോലെ അവന് വളർന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട്, ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്ന ചില പിന്തിരിപ്പൻ രാഷ്ട്രീയമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത്, ഈ കേരളം അടക്കമുള്ള നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ മാറ്റങ്ങൾക്ക് വിധേയമാകണം. ആ മാറ്റങ്ങൾക്ക് വിധേയമാകണമെങ്കിൽ തീർച്ചയായും കേരളത്തിൽ ഒരു അംബേദ്കറൈറ്റ് രാഷ്ട്രീയം ഉണ്ടാവണം. എന്താണ് അംബേദ്കറിസം? അംബേദ്കറിസം പറയുന്നത് രക്തച്ചൊരിച്ചിലില്ലാതെ ജനങ്ങളുടെ സാമൂഹ്യം സാമ്പത്തികമായ മേഖലയിൽ വിപ്ലവാത്മകമായ പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ആ ഇസമാണ് അംബേദ്കറിസം. ആ നിലയിൽ അംബേദ്കറിസത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. ഇവിടെ ഈ രാജ്യത്ത് ഇപ്പോഴും കോടാനുകോടി ജനങ്ങൾ അക്ഷരാഭ്യാസമില്ലാത്തവർ, അതേപോലെ ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർ, ജീവൻരക്ഷാ മരുന്ന് ലഭിക്കാതെ കൃമികീടങ്ങളെ പോലെ മരിച്ചു വീഴുന്നവർ, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗീയ കലാപത്തിലൂടെ ഇരകളാക്കപ്പെടുന്നവർ, അവർക്ക് നീതി ലഭിക്കണം. അതിന് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു വാഴ്ച, ഒരു വ്യവസ്ഥിതി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. ആ നിലയിൽ ജനാധിപത്യത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് ജനാധിപത്യപരമായ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തുന്ന ഒരു ഭരണം ഇന്ത്യയിൽ ദേശീയ തലത്തിൽ വരേണ്ടത്. ആ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിലാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ. തീർച്ചയായും നാട്ടിലെ ശബ്ദം ശ്രമിക്കുന്നവർ, മനുഷ്യസ്നേഹികൾ, രാജ്യത്ത് സമത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർ, രാജ്യത്ത് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർ, രാജ്യത്ത് സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ നിലയിൽ അംബേദ്കർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വരണമെന്നും, തീർച്ചയായും വരാനിരിക്കുന്ന നാളുകളിൽ നമ്മുടെ നാട്ടിൽ ഇന്നലകളിലുണ്ടായിരുന്ന ജാതീയ വാഴ്ചയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാതിരിക്കാൻ, അതിനെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അംബേദ്കർ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്